ഇസ്രായേൽ അമേരിക്ക ഇറാൻ യുദ്ധം ഇനിയും ഒരു പരിഹാരമില്ലാതെ തുടരുകയാണ്. പ്രഖ്യാപിത സീസ് ഫയറിലൂടെയാണ് അത് കടന്നു പോകുന്നതെങ്കിലും യുദ്ധത്തിന്റെ സകല സാധ്യതകളും അത് ഇപ്പോഴും അവശേഷിപ്പിച്ചിരിക്കുന്നു. എന്നാൽ അതൊരു ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധം മാത്രമല്ല, അതിനപ്പുറം പരിശോധിച്ചാൽ യുദ്ധം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ലോകക്രമം പഴയതുപോലെ ആയിട്ടില്ല. വെടിനിർത്തലിന് ശേഷവും ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകേണ്ട കപ്പലുകൾക്ക് ഇപ്പോഴും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ പോകാൻ കഴിയുന്നില്ല. ഇറാന്റെ നിയന്ത്രണത്തിന് പിന്നാലെ അമേരിക്ക കൊണ്ടുവന്നിരിക്കുന്ന നാവിക ഉപരോധവും കാര്യങ്ങളെ കൂടുതൽ വഷളാക്കുകയാണ്. ഞങ്ങളുടെ മുൻപിലേക്ക് ഞങ്ങൾക്ക് സ്വീകാര്യമായ ഒരു പദ്ധതിയുമായി വന്നാൽ ഞങ്ങളത് അംഗീകരിച്ചാൽ യുദ്ധം നിർത്താം എന്ന മൂഡിലാണ് ഇപ്പോൾ ട്രംപിന്റെ അമേരിക്കയും. പക്ഷേ ഇറാന്റെ താല്പര്യങ്ങളെ ബലി കഴിച്ചുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനുമില്ല എന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഈ നിലയ്ക്ക് പോയാൽ ഈ യുദ്ധത്തിന് പരിസമാപ്തി സാധ്യമാണോ? ഇപ്പോൾ തന്നെ യുദ്ധമുണ്ടാക്കിയിട്ടുള്ള ഡാമേജ്, ആഘാതം എത്രയാണെന്ന് നമുക്കറിയാം. ഇന്ത്യയിലടക്കം വലിയ എണ്ണവില വർധന വരാൻ പോകുന്നു എന്ന ആധിയിലാണ് നാം ഓരോ നിമിഷവും വാർത്തകളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സംഗതികൾ എവിടേക്കാണ് ലോകത്തെ കൊണ്ടുപോകുന്നത്? വലിയൊരു റിസഷനിലേക്ക്, മാന്ദ്യത്തിലേക്ക് നാം ആകെയും പോകുമോ? ഇന്ത്യയിലും ആഭ്യന്തര വിപണി ഇതിൻ്റെ പിന്നാലെ കൂപ്പുകുത്തുമോ? ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ ലോകം എത്ര വലിയ സമ്മർദ്ദം അമേരിക്കയ്ക്കും ഇസ്രായേലിനും മേൽ സൃഷ്ടിക്കുന്നുണ്ട്? ഈ വിഷയം വീണ്ടും സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. സ്വാഗതം എല്ലാവർക്കും. എന്നോടൊപ്പം ഈ ചർച്ചയിലുള്ളത് CMC നാസർ, ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് ഹെഡാണ്. DK സുഹൈൽ, ഞങ്ങളുടെ ന്യൂസ് ഡെസ്കിൽ നിന്ന്. താജ് ആലുവ, നിരീക്ഷകൻ. CNV നായർ, മുൻ പട്ടാള ഉദ്യോഗസ്ഥൻ. ശ്രീമതി മേരി ജോർജ്, സാമ്പത്തിക വിദഗ്ധ എന്നിവരാണ്. ആദ്യം സുഹൈൽ, യുദ്ധത്തിൽ ഒരു പരിഹാരമുണ്ടാക്കാനും പഴയതുപോലെ ആകാനുമുള്ള സാധ്യത, ഹോർമുസ് പഴയതുപോലെ തുറന്ന് പ്രവർത്തിക്കുകയും പരസ്പരം ആക്രമണം അവസാനിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിഹാര സാധ്യത, ആത്യന്തികമായ പരിഹാര സാധ്യത എത്ര അടുത്താണ് അല്ലെങ്കിൽ അകലെയാണ്? നിഷാദ്, ഇപ്പോൾ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് പറയാൻ അതിൻ്റെ ഒരു ക്രോണോളജി ഒന്ന് എടുത്തു നോക്കുക. ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും അത്യാധുനികമായ ആയുധങ്ങളുമായി അമേരിക്കയും ഇസ്രായേലും ഇറാനും നേരെ വരുന്നു. ഏറ്റവും മുന്തിയ യുദ്ധക്കപ്പലുകൾ, ഏറ്റവും അത്യാധുനികമായുള്ള യുദ്ധവിമാനങ്ങൾ, വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ, ഇതെല്ലാം ആയി കടന്നു വന്ന അമേരിക്കയും ഇസ്രായേലും. പക്ഷേ ഇറാൻ്റെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം അത് പിന്നീട് നമ്മൾ കാണുന്നതാണ്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനുള്ളൊരു അവസരം ഒരുങ്ങുന്നതാണ് പിന്നീട് ലോകം കാണുന്നത്. അത് ഹോർമുസ് കടലിടുക്കായിരുന്നു. ഹോർമുസ് കടലിടുക്ക് ഇത്രയും പ്രധാനമായി ഇറാൻ ഉപയോഗിക്കുമെന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലും അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അവബോധം അവർക്കില്ലാത്തത് കൊണ്ടോ ആയിരിക്കില്ല. പക്ഷേ ഇത്രയും ദീർഘമായ തരത്തിലുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ വ്യാപ്തിയോടുകൂടി ഇറാൻ ഉപയോഗിച്ചു തുടങ്ങിയതോടുകൂടി സംഭവിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള വീഴ്ചയായിരുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക ഉപരോധം കാരണം ദീർഘനാളായി അവർക്കുണ്ടായിരുന്ന സാമ്പത്തികമായ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. കാരണം ഈ മേഖല സാമ്പത്തികമായി ഉപയോഗിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല ഒരു ഇടമാണ് എന്ന് അവർ തിരിച്ചറിയുകയും അങ്ങനെ ട്രാൻസിറ്റ് ഫീ അടക്കം വാങ്ങിക്കൊണ്ട് ഈ മേഖലയിൽ നിന്ന് പണം വാരുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, അവരുടെ ഏറ്റവും അടുത്ത അനുയായികളായ അവരുടെ ചൈനയും ഇറാനും തമ്മിലുണ്ടായ കൂട്ടുകെട്ടിൻ്റെ ഒരു ഭാഗമായി തന്നെ ചൈനക്കും പലതരത്തിലുള്ള സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ അവരുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എടുത്ത് ഉപയോഗിക്കാൻ ഇറാന് അവസരം ലഭിച്ചതോടുകൂടി പിന്നീട് ചിത്രം മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം പ്രത്യാക്രമണങ്ങൾ ഇറാൻ തുടരുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സാമ്പത്തിക സ്ഥിതി നാൾക്കുനാൾ ശോഷിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പാട്രിയറ്റ് പോലെയുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ, അതിന് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പണം, അത് ബില്യണും കടക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അങ്ങനെ ഇറാൻ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുകയും അമേരിക്കയും ഇസ്രായേലും ഓരോ ദിവസവും സാമ്പത്തികമായി പരാധീനതയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് അതിൻ്റെ ഒരു ട്രെൻഡ് മാറ്റാൻ ഡൊണാൾഡ് ട്രംപും ഇസ്രായേലും വിചാരിക്കുന്നത്. അങ്ങനെയാണ് അവിടെ ഈ ഹോർമുസിലുള്ള ഇറാൻ്റെ ആധിപത്യം തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവിടെ നിന്ന് ഒരിക്കലും പണം വാരാൻ ഇറാനും ചൈനയ്ക്കും സാധിക്കരുത് എന്ന നിലയിലാണ് അവിടെ നാവിക ഉപരോധത്തിലേക്ക് അമേരിക്ക കടക്കുന്നത്. പക്ഷേ ആ ഉപരോധത്തിലേക്ക് അമേരിക്ക കടന്ന ഘട്ടത്തിൽ പോലും പൂർണ്ണമായൊരു അറ്റാക്കിലേക്ക് പോകാനുള്ള ധൈര്യം അമേരിക്കയുടെ നാവികസേനയ്ക്ക് ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കണ്ടത് അതൊരു കടൽ യുദ്ധമായി മാറുന്നു. കടൽ യുദ്ധത്തിൽ പക്ഷേ ആര് വിജയിക്കുന്നു എന്നിടത്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ കാര്യങ്ങൾ കടന്നു പോകുന്നത്. അവിടെ കപ്പലുകൾ പിടിച്ചെടുക്കാൻ വേണ്ടി അമേരിക്കയും അതേപോലെ ഇറാനും തമ്മിലുള്ള മത്സരം നടക്കുന്നു. പല കപ്പലുകളെയും അമേരിക്ക കടത്തിവിടുന്നു, പല കപ്പലുകളെയും ഇറാൻ കടത്തിവിടുന്നു എന്ന രീതിയിലേക്ക് മാറുന്നു. ഇപ്പോൾ ഏതായിരുന്നാലും ഈ ചർച്ചയുടെ ടേബിളിലേക്ക് വരുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെ ഹോർമുസ് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഈ ചർച്ച നേരിട്ട് നടക്കണമെങ്കിൽ, ഡയറക്റ്റ് ടോക്ക് നടക്കണമെങ്കിൽ ഇപ്പോൾ ഇറാൻ പറയുന്നത്
ഈ ഉപരോധം പൂർണ്ണമായും അവസാനിക്കണം, നേരത്തെ എങ്ങനെയാണോ ഉണ്ടായത് അങ്ങനെ ആവണം എന്നുള്ളതാണ്. എന്നാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തന്നെ ഇറാന് ഈ ഹോർമൂസ് കടലിടുക്കിൽ നിന്നും ആധിപത്യമുണ്ടാക്കുന്ന സാമ്പത്തികമായും അതേപോലെ തന്നെ നയപരമായും ഡിപ്ലോമാറ്റിക് പരമായും ഇറാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങളെ ഇല്ലാതെയാക്കിയതിന് ശേഷം മാത്രം യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ അമേരിക്കയുടെ ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി ഹോർമൂസിൽ നിന്നും ഇറാന്റെ ആധിപത്യം ഇല്ലാതെയാക്കുക എന്നുള്ളതിലേക്ക് ചുരുങ്ങുന്നു. അത് പ്രധാനപ്പെട്ട സംഗതിയുമാണല്ലോ. അതിൽ മാത്രം ഒരു യുദ്ധതന്ത്രം നിലയ്ക്ക് അതിൽ മാത്രം ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നതിലും തെറ്റ് പറയാൻ കഴിയില്ലല്ലോ സുഹൈൽ. അത് ഇറാനെ എന്തുമാത്രം ചുരുക്കുന്നുണ്ട് എന്ന ക്വസ്റ്റ്യനും അവിടെ ഉണ്ടല്ലോ. കാരണം ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തി സ്രോതസ് എന്ന് പറയുന്നത് ഹോർമുസ് ആണ്. അവിടെ ഇപ്പോൾ ഇറാന് മാത്രമല്ല നിയന്ത്രണം, അമേരിക്കയും അവിടെ കിടന്ന് നിയന്ത്രിക്കുകയാണ്. അപ്പോൾ ഇറാൻ വിചാരിക്കും വിധത്തിൽ ആ കപ്പലുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിടും, ഇല്ലാത്ത തടയും എന്ന നിലയിൽ ഇപ്പോഴില്ല. അമേരിക്കയുടെ താല്പര്യവും അവിടെ വന്നിരിക്കുകയാണ്. അത് ഇറാന്റെ സാമ്പത്തിക സുസ്ഥിരതയെ ബാധിക്കുമ്പോൾ, ഇറാന് മുന്നോട്ട് പോകാൻ കഴിയാത്ത നില വരുമ്പോൾ ഇറാന് കോംപ്രമൈസ് എടുക്കേണ്ടി വരും എന്നതല്ലേ അമേരിക്ക കാണുന്ന കാര്യം. അവിടെ ഇറാൻ എന്തുമാത്രം സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സമ്മർദ്ദത്തിനും വഴങ്ങേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ഇറാൻ പോകുന്നു എന്നുള്ളതാണ് യുദ്ധത്തിൻ്റെ ഏറ്റവും രസകരമായ അല്ലെങ്കിൽ കൗതുകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. അമേരിക്ക ഈ നാവിക ഉപരോധത്തിലേക്ക് കടന്നതോടുകൂടി എല്ലാം അങ്ങ് സമ്മതിച്ചു കൊടുക്കുക അല്ലെങ്കിൽ എല്ലാ സമ്മർദ്ദങ്ങളും വഴങ്ങുക എന്നുള്ളത് നമ്മൾ കാണുന്നില്ല. പലപ്പോഴും അമേരിക്കയുടെ ഈ ചർച്ചയ്ക്ക്, ഇസ്ലാമാബാദ് ചർച്ചയ്ക്ക് വേണ്ടി ജേഡ് കുഷ്ണറും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട നേതൃത്വവും JD വാൻസ് അടക്കമുള്ള സംഘം അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി കാത്തുനിന്ന ഘട്ടത്തിലാണ് അങ്ങനെ ഒരർത്ഥത്തിലും വഴങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന മെസ്സേജ് ഇറാൻ കൊടുക്കുന്നത്. നോക്കൂ, സൈനികമായി വലിയ ആഘാതം അവർ ഏൽപ്പിച്ചു എന്ന് പറയുന്നു, നേതൃത്വത്തെ ഇല്ലാതെയാക്കി എന്ന് പറയുന്നു, ഹോർമൂസ് പിടിച്ചെടുക്കാനുള്ള എല്ലാ ആയുധശേഷിയും ഞങ്ങളുടെ കൈവശമുണ്ട് എന്ന് പറയുന്നു, ചുട്ടുചാമ്പലാക്കും എന്നൊക്കെയുള്ള പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും ഭീഷണികളും അമേരിക്ക മുഴക്കുന്നു. പക്ഷേ അതിന് മുമ്പിലൊന്നും വഴങ്ങില്ല എന്ന നിലപാടിലേക്ക് ഇറാൻ പോകുന്നത് ഇനിയും അവിടെ ഏറ്റുമുട്ടാനുള്ള അല്ലെങ്കിൽ പ്രതിരോധിച്ച് നിർത്താനുള്ള ഒരുപാട് കോപ്പ് ഞങ്ങളുടെ കൈകളിലുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അതിൻ്റെ അർത്ഥത്തിലാണ് ഇപ്പോൾ നമുക്കറിയാം ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആദ്യം ഞങ്ങൾക്കുമേലുള്ള ഉപരോധം നിർത്തൂ, അതിനുശേഷം മാത്രം ഈ യുദ്ധം അവസാനിക്കുന്നതിനെക്കുറിച്ചും ആണവ ആയുധത്തെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യൂ എന്നും ഇറാൻ പറയുകയാണ്. അപ്പോൾ കാര്യങ്ങൾ ഇറാൻ പറയുന്നിടത്ത് ഇപ്പോഴും നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം മറ്റേത് രാജ്യമാണെങ്കിലും ഇപ്പോൾ അമേരിക്കക്കും ഇസ്രായേലിന് മുമ്പിൽ കീഴടങ്ങിയ സമയമായിരിക്കും. പക്ഷേ ഇപ്പോഴും അവരുടെ കൈവശമുള്ള ഹോർമൂസ് വെച്ചുകൊണ്ടും അതേപോലെ തന്നെ തങ്ങളുടെ ആയുധശേഷിയും IRGC അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അമേരിക്കക്കും ഇസ്രായേലിനുമെതിരെ പൊരുതുക എന്നുള്ളത് തന്നെയാണ് തങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നവർ പ്രഖ്യാപിക്കുകയാണ്. പല രാജ്യങ്ങളും, തുർക്കിയും അതേപോലെ തന്നെ ഈജിപ്തും വിവിധ ഗൾഫ് രാഷ്ട്രങ്ങളുമെല്ലാം ഇറാൻ്റെ മുമ്പിൽ വരുന്നുണ്ട്. പക്ഷേ അവരോടെല്ലാം ഇറാന് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ്. കാരണം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി അമേരിക്കയുമായി നടത്തിയിട്ടുള്ള പലതരത്തിലുള്ള കരാറുകൾ, ആ കരാറുകളെല്ലാം തന്നെ പൊളിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായി. ഒരു താൽക്കാലികമായ പരിഹാരം കണ്ടാൽ വീണ്ടും അമേരിക്കയുടെ ഉപരോധത്തിലേക്കും അവരുടെ ആക്രമണത്തിലേക്കും പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള ഈ ഘട്ടം വിട്ടുകൊണ്ട് മറ്റൊരു തലത്തിലേക്ക് പോകണമെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡീലിലേക്ക് പോകണമെങ്കിൽ ഉപരോധം പിൻവലിക്കുക എന്നുള്ളതാണ് ആദ്യമായി വേണ്ടത്. അതിനുശേഷം മാത്രമാണ് മറ്റു ചർച്ചകൾ എന്ന ഘട്ടത്തിലേക്ക് പോവുകയാണ്. അതാണ് ഇസ്ലാമാബാദ് ചർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ നമ്മൾ കണ്ടത്. ഇപ്പോഴും മധ്യസ്ഥ രാജ്യങ്ങളോട് ഇറാൻ പറയുന്നത്, ഇത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി കൃത്യമായി തന്നെ വിശദീകരിക്കുന്നത്, ആദ്യം തങ്ങൾക്കുമേൽ കാലങ്ങളായി, പതിറ്റാണ്ടുകളായി ഉള്ള ഈ ഉപരോധത്തെ പൂർണ്ണമായും പിൻവലിക്കണം എന്നുള്ളതാണ്. അതിനുശേഷം മാത്രം മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. പൂർണ്ണമായും ഹോർമുസിൽ ഇറാന് അവരുടെ മേധാവിത്വം നഷ്ടമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില കപ്പലുകളെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. ഹോർമുസിൽ മാത്രമല്ല, ഇപ്പോൾ ട്രംപ് ഭീഷണി മുഴക്കുന്നത് ലോകത്തെവിടെയുമുള്ള ഇറാനിലേക്കും ഇറാനിൽ നിന്ന് തിരിച്ചുമുള്ള കപ്പലുകളെ ഞങ്ങൾ തടയും, ആക്രമിക്കും എന്നൊക്കെയാണ്. അപ്പോൾ ഇറാന് സാമ്പത്തികമായി നേട്ടമുണ്ടാകാതിരിക്കാനുള്ള എല്ലാ വഴികളും അമേരിക്കയും അതേപോലെ തന്നെ ഇസ്രായേലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിനെ മുഴുവൻ മറികടന്നുകൊണ്ട് അമേരിക്ക ഈ സമ്മർദ്ദത്തിന് കീഴ്പ്പെടുമോ എന്നാണ് ക്വസ്റ്റ്യൻ. MCAM ഈ മധ്യസ്ഥ രാജ്യങ്ങളുടെ റോൾ എന്താണ്? ഏതൊക്കെ രാജ്യങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് ഈ മീഡിയേറ്ററുടെ പൊസിഷനിൽ പ്ലേ ചെയ്യുന്നുണ്ട്? അതിൽ തന്നെ നമുക്കറിയാമല്ലോ, ഹോർമുസ് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് ഈ റീജിയൻ്റെ ആകമാനം ഒരു അങ്ങേയറ്റം അനിവാര്യമായൊരു സംഗതിയാണ്. കാരണം ഇല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക നട്ടൽ ഒടിഞ്ഞു പോകും എന്ന് നമുക്കറിയാം. സോ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ അമേരിക്കയെ ഇതിൽ ടേബിളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഏതൊക്കെ വഴിക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ?
നിശ്ചയത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ 3 രാജ്യങ്ങൾ ഇറാൻ തെരഞ്ഞെടുത്തത് തങ്ങളുടെ സന്ദർശനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത്, ഒന്ന് പാകിസ്ഥാനാണ്, തുടർന്ന് ഒമാനിലാണ്, മൂന്നാമത്തെ രാജ്യം റഷ്യയാണ്. ഈ 3 രാജ്യങ്ങളും ഇറാനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ വളരെ നിർണായകമാണ്. കാരണം അമേരിക്കയുമായിട്ട് ആകെക്കൂടി തങ്ങൾ ചർച്ച നടത്തുന്നത് പാകിസ്ഥാൻ മുഖേനയാണെന്ന് നേരത്തെ തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആകെ നടക്കുന്ന നേരിട്ടുള്ള ചർച്ച അസാധ്യമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തങ്ങൾക്ക് പറയാനുള്ളത് പാകിസ്ഥാനോട് പറയുന്നു. പാകിസ്ഥാനിൽ തന്നെയും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമല്ല, അവിടെ സൈനിക നേതൃത്വം അസീം മുനീറാണ് ഈ ചർച്ച പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നത്. കാരണം ഒരു 4-5 മണിക്കൂറോളം തുടർച്ചയായിട്ട് ഇറാൻ വിദേശകാര്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തുന്നത് പാക് പ്രധാനമന്ത്രിയോ രാഷ്ട്രീയ നേതൃത്വമല്ല, സൈനിക നേതൃത്വം തന്നെയാണ്. ട്രംപ് ബന്ധപ്പെടുന്നതും ഏറ്റവും കൂടുതലായിട്ട് പാകിസ്ഥാനിലെ ഈ സൈനിക മേധാവി അസീം മുനീറുമായി തന്നെയാണ്. അപ്പോൾ അസീം മുനീർ ആണ് ഈ ചർച്ചയുടെ ഗതി നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. അവിടെ നിന്ന് ഇപ്പോൾ പലവട്ടം ചർച്ചകൾ നടത്തിയിട്ടാണ് ഒമാനിലേക്ക് വിദേശകാര്യമന്ത്രി എത്തുകയും ഒമാനിൽ നിന്ന് 3 രാജ്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ സമ്പർക്കം പുലർത്തിയിരിക്കുന്നത്. ഒന്ന് ഒമാൻ നേതൃത്വവുമായിട്ട് നിരന്തരമായിട്ടുള്ള ഒരു സംവാദങ്ങൾ നടന്നു. പല നിർദ്ദേശങ്ങളും ഒമാൻ മുന്നോട്ട് വെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. തുടർന്ന് ഈജിപ്ത്, തുർക്കി ഈ 2 രാജ്യങ്ങളും വളരെ പ്രധാനമാണ്. അമേരിക്കയുമായിട്ടും ഏറ്റവും നല്ല അടുപ്പം പുലർത്തുന്ന, അതേസമയം ഇറാനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന 2 രാജ്യങ്ങളാണ് ഈജിപ്ത്, തുർക്കി. പിന്നെ ആ രംഗത്തുള്ളത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക ഗതി നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ ഒരു അറബ് രാജ്യം കൂടിയാണ്. അമേരിക്കയുമായിട്ട് ആത്മബന്ധം പുലർത്തുന്ന രാജ്യം തന്നെയാണ് സൗദി അറേബ്യ. അതേസമയം തങ്ങളുടെ നിരന്തരമായിട്ടുള്ള ആക്രമണം നടന്ന ഒരു രാജ്യം കൂടിയാണ് സൗദി അറേബ്യ. എന്നിട്ട് പോലും ഇറാനുമായിട്ട് ഒരു ചർച്ചയ്ക്കുള്ള ഒരു സാധ്യത ആരായുക മാത്രമല്ല, ഒരു മധ്യസ്ഥ റോളിലേക്ക് സൗദി അറേബ്യ വരുന്നത് നേരത്തെ നിഷാദ് സൂചിപ്പിച്ചതുപോലെ ഈ പിന്നെ ആക്രമണം അല്ലെങ്കിൽ യുദ്ധം അനിശ്ചിതമായിട്ട് ഇനിയും മുന്നോട്ട് പോകുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി മേഖലയിൽ ഉണ്ടാക്കുമെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇറാനോടുള്ള എല്ലാ വിയോജിപ്പുകളും എല്ലാ എതിർപ്പുകളും ഈ രാജ്യങ്ങൾക്കൊക്കെ ഉണ്ട് എങ്കിൽ പോലും തൽക്കാലം തങ്ങളുടെ മുൻഗണനയിൽ വരേണ്ടത് അതല്ല, ഒരു സമാധാനമാണ്, അത് ദീർഘകാലം നിലനിൽക്കുന്ന ഒരു സമാധാനമാണ് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒമാനായാലും പരമാവധി ഗൾഫ് രാജ്യങ്ങൾ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് എന്നാണ് MCA ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഇതിനെ താജ് ആലുവ ഇപ്പം ഇതിനെ ഈ ഇറാനിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ ഒരു സമ്മർദ്ദത്തിലാക്കുക, മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കും പ്രയാസമാകുമെന്ന് ഇറാനെ ബോധ്യപ്പെടുത്തി ഒരു ടേബിളിലേക്ക് കൊണ്ടുവരിക, എന്നിട്ടൊരു പ്രപ്പോസലിലേക്ക് അവരെ കൊണ്ടുവരിക, ഇത് അവസാനിപ്പിക്കുക എന്നായിരിക്കുമല്ലോ അമേരിക്ക കണക്കൂട്ടുന്നുണ്ടാവുക. ആ കണക്കൂട്ടിൽ അമേരിക്കയെ തെറ്റിക്കുന്നത് അപ്പുറത്ത് ഞങ്ങളിപ്പോൾ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് IRGC എന്ന് പറയുന്ന ഇസ്ലാമിക വിപ്ലവ ഗാർഡിനോടാണ്. അവരുടെ പരമമായ ലക്ഷ്യം വിപ്ലവ സർക്കാരിനെ രക്ഷിക്കുക, സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. ലോകത്തെ ഓർഡർ കീപ്പ് ചെയ്യുക എന്നുള്ള അവരുടെ ലക്ഷ്യത്തിൽപ്പെട്ട കാര്യമല്ലോ. സോ ഒരു പ്രത്യേക ലക്ഷ്യത്തെ മാത്രം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘവുമായി ഡീൽ ചെയ്യുന്നതിൻ്റെ മുഴുവൻ ക്രൈസിസും അമേരിക്ക ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടോ? അതാണോ നമ്മൾ ഇതിനകത്ത് ഈ അഡമൻസി അപ്പുറത്തുനിന്ന് കാണുന്നത്? നിഷാദ്, ഇവിടെ ഇറാൻ ഏറ്റവും പ്രധാനമായി അവരുടെ യുദ്ധ തന്ത്രം അത് ബേസ് ചെയ്തിരിക്കുന്ന ഒരു പോളിസി എന്ന് പറയുന്നത് ഒരു അസിമെട്രിക് വാർഫെയർ. അതായത് അമേരിക്കയുടെ മിലിറ്ററി മൈറ്റിനോട്, അവരുടെ സൈനിക തന്ത്രങ്ങളോടും സൈനികമായിട്ടുള്ള കപ്പാസിറ്റിയോടും ഒക്കെ ഒരു നിലക്കും തങ്ങളുടെ സൈനിക മേൽക്കോയ്മ അല്ലെങ്കിൽ തങ്ങൾക്കുള്ള സൈനികമായിട്ടുള്ള കപ്പാസിറ്റി അത് മാച്ച് ചെയ്യാൻ പറ്റാത്തതാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് അമേരിക്ക പോലുള്ള ഒരു വൻ ശക്തിയെ എങ്ങനെ തോൽപ്പിക്കണം, അതും ഇസ്രായേലുമായി ചേർന്നുകൊണ്ട് ഇത്രയധികം 14,000-ഓളം ടാർഗറ്റുകളാണ് കഴിഞ്ഞ 39-40 ദിവസമായിട്ട് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ തകർത്ത് കളഞ്ഞത്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ പോലും ഇറാൻ പോലെയുള്ള ഒരു രാജ്യത്തെ പ്രസിഡന്റ് ട്രംപ് വിചാരിച്ചതുപോലെയോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മൊസാദ് ചീഫ് ഒക്കെ പറഞ്ഞതുപോലെ ഒരു ലോ ഹാങ്ങിങ് ഫ്രൂട്ട്, വളരെ പെട്ടെന്ന് പോയി ഞങ്ങൾക്ക് എടുത്തുകൊണ്ടുവരാൻ പറ്റുന്ന ഒരു സൈനിക ലക്ഷ്യമാണ് ഇറാൻ എന്ന് കരുതിയെടുത്തതെന്ന് രണ്ടു കൂട്ടരും ഇപ്പോൾ അതിന്റെ ഇറാൻ ഉപയോഗിക്കുന്ന യുദ്ധതന്ത്രത്തിന്റെ വില ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ വിയറ്റ്നാമിൽ 1960-കളിൽ വിയറ്റ്നാമിൽ അമേരിക്ക നടത്തിയ അധിനിവേശത്തിന് എങ്ങനെയാണോ അമേരിക്ക അവിടെ പരാജയപ്പെട്ടത്, അതിന്റെ പ്രേതം അമേരിക്കയെ തുറിച്ചു നോക്കുന്നു എന്നാണ് ഫോറിൻ പോളിസി മാഗസിനിൽ ഈ അടുത്ത് സൈമൺ ഹർഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി അത് പറയുന്നു. അതായത് അന്ന് ഹോച്ചിമൂൻ എന്ന് പറയുന്ന വിമത നേതാവ്
എങ്ങനെയാണോ അമേരിക്കയെ ഒരു പ്രൊട്രാക്റ്റഡ് വാറിലേക്ക്, ഒരു നീണ്ട യുദ്ധത്തിലേക്ക് വലിച്ചടക്കുകയും അങ്ങനെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സൈനികമായും രാഷ്ട്രീയമായും അതിനെ നേരിടാൻ സാധിക്കാതെ അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നത് എങ്ങനെയാണോ, അതേ തന്ത്രം ഒരേ രൂപത്തിൽ അല്ലെങ്കിൽ കൂടി അതേ തന്ത്രത്തിന്റെ വിവിധ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നിപ്പോ ഇറാൻ പിടിച്ചു നിൽക്കുന്നത് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തുറുപ്പുചീട്ട് ഇറാൻ ഉപയോഗിച്ചത് ഹോർമുസ് തന്നെയാണ്. ആ ഹോർമുസ് കടലിടുക്ക് ഇത്രമാത്രം ഒരു ഡാമേജ് ലോക സാമ്പദ് വ്യവസ്ഥയ്ക്ക്, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങൾ എന്ന് വിളിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഇത്രയധികം ഡാമേജ് ഏൽപ്പിക്കും എന്നത് അമേരിക്ക കണക്കൂട്ടിയിരുന്നോ എന്ന് ഇപ്പൊ സംശയമാണ്. ഇനി അഥവാ കണക്കൂട്ടിയിരുന്നെങ്കിൽ തന്നെ അവരുടെ മനസ്സിലുണ്ടായിരുന്ന പ്ലാൻ എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പെട്ടെന്ന് ഇത് സാധിക്കും. ഇറാന്റെ ആത്മീയ നേതൃത്വത്തെയും അതുപോലെ തന്നെ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തെയും പെട്ടെന്ന് വധിക്കുന്നതിലൂടെ, ഒരു ഡീക്യാപിറ്റേഷൻ പോളിസിയിലൂടെ ഇറാൻ ജനതയ്ക്ക് അവരുടെ ഗവൺമെന്റിനെ തന്നെ മറിച്ചിടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാം എന്നൊരു കണക്കൂട്ടലിലാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഈ ഒരു തന്ത്രം, അതായത് അമേരിക്കയും ഇസ്രായേലിനെയും ഒരു നീണ്ട യുദ്ധത്തിൽ തളച്ചിടുക എന്ന തന്ത്രം ഒരർത്ഥത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വിജയിച്ചു എന്ന് വേണം ഇപ്പോൾ കരുതാൻ. എല്ലാ നിരീക്ഷകരും, അമേരിക്കക്ക് അകത്തടക്കമുള്ള അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരം യുദ്ധതന്ത്രങ്ങളെയും മറ്റും വിലയിരുത്തുന്ന വളരെ സുപ്രധാന കേന്ദ്രങ്ങൾ വരെ ഇപ്പോ പറയുന്നത് പ്രസിഡന്റ് ട്രംപ് അമേരിക്കയെ പോലുള്ള ഒരു സൂപ്പർ പവറിന് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത അത്ര, അല്ലെങ്കിൽ അവർ ചരിത്രത്തിൽ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത അത്ര ഒരു വലിയ പതനത്തിലേക്കാണ് ഈ യുദ്ധം അവരെ കൊണ്ട് എത്തിച്ചത് എന്നാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, ഇപ്പൊ നോക്കൂ, അമേരിക്കയുടെ മേഖലയിലെ എല്ലാ മിലിറ്ററി ബേസുകളും സൈനിക കേന്ദ്രങ്ങളും സമ്പൂർണമായും തകർത്ത് കളയപ്പെട്ടിരിക്കുന്നു. അവരുടെ സഖ്യകക്ഷികൾ പലരും അകന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അടുത്ത് വിശ്വസിക്കാവുന്ന, റിലയബിൾ ആണ് എന്ന് അവർ കരുതിയിരുന്ന പല സഖ്യകക്ഷികളെയും ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഇപ്പൊ ചൈന പോലുള്ള രാജ്യങ്ങൾ കൂടുതൽ ഇതിൽ നിന്ന് മുതലെടുക്കുന്നു. ഏറ്റവും പ്രധാനം, അമേരിക്കയുടെ യുദ്ധ സാമഗ്രികൾ അടക്കം തീർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് കണക്ക്. ഈ 14,000 ടാർഗറ്റുകളെ കഴിഞ്ഞ 39 ദിവസത്തെ യുദ്ധത്തിൽ അമേരിക്ക ലക്ഷ്യം വെച്ചതോടുകൂടി, ആ ടാർഗറ്റുകളിൽ ബോംബിട്ടതോടുകൂടി സംഭവിച്ചത് പല മിസൈൽ, ഉദാഹരണത്തിന് പാട്രിയറ്റ് പോലുള്ള മിസൈലുകൾ, താഡ് മിസൈലുകൾ, ഇതൊന്നും ഒരിക്കലും റീപ്ലനിഷ് ചെയ്യാൻ, വീണ്ടും തിരിച്ച് ഉപയോഗിക്കാൻ കഴിയാത്ത വണ്ണം തീർന്നു പോയിരിക്കുന്നു. ഇതൊക്കെ പലതും തിരിച്ച് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ വർഷങ്ങളെടുക്കും. അപ്പോ അമേരിക്കൻ ഹെജമൺ അവസാനിച്ചു എന്ന് മാത്രമല്ല, ഈ മേഖലയിൽ അമേരിക്കൻ ഹെജമണി തീർന്നു പോകുന്നു എന്ന് മാത്രമല്ല, ഇനി മറ്റൊരു യുദ്ധത്തിലേക്ക് അമേരിക്കക്ക് ഒരിക്കലും ഈ അടുത്ത കാലത്തൊന്നും തിരിച്ചു വരാൻ കഴിയാത്ത വണ്ണം അവരുടെ സൈനിക ശക്തി പോലും, ആ കപ്പാസിറ്റി പോലും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ചൈനയുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലൊക്കെ ഏതെങ്കിലും നിലയ്ക്ക് വേണ്ടി വന്നാൽ അതിനുപയോഗിക്കാൻ പോലും കഴിയാത്ത അത്ര രൂപത്തിൽ ആയുധ ശേഷി തകർക്കപ്പെട്ടിരിക്കുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇറാന്റെ ഒരു തന്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലക്കല്ല് അതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത്, അറബ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ഇറാനോട് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടുണ്ടായി വരുന്നു. എന്ന് പറഞ്ഞാൽ ഇറാന്റെ ഈ പ്രതിരോധം, ഈ റെസിലിയൻസ് എന്ന് പറയുന്നത് ഭാവിയിൽ ഈ മേഖലയിൽ തങ്ങൾക്ക് അമേരിക്കയുടെ ഈ അധീശത്വത്തിനെതിരെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു മൂലധനമായിട്ട് ഈ രാജ്യങ്ങൾ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പൊ നോക്കൂ, സിറിയയിലൊക്കെ ഈ ഇസ്രായേലിന്റെ വളരെ കടന്നുകയറ്റം, ഈ ഏതാണ്ട് ഡെമസ്കസിന്റെ 25 കിലോമീറ്റർ അടുത്തുവരെ ഇസ്രായേലി സൈന്യം എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഇറാൻ യുദ്ധം ആരംഭിക്കുന്നത്. ഇപ്പോ അവിടുത്തെ ചർച്ച, അതുപോലെ തന്നെ ഈജിപ്തിലും ജോർദാനിലും ഒക്കെയുള്ള പല നീക്കങ്ങളും ഇപ്പൊ നടക്കുന്നത് വാസ്തവത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നേതൃത്വത്തിലുള്ള, പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ ഒരു ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിയെ തടുക്കുന്നതിനും അതിനെ പ്രതിരോധിക്കുന്നതിനും ഇറാൻ മുന്നോട്ട് വെച്ച പ്രതിരോധത്തിന്റെ മാതൃക പിൻപറ്റുകയും അതോടൊപ്പം ഇറാൻ പോലുള്ള രാജ്യങ്ങളുമായിട്ട് കൂട്ടുചേർന്നുകൊണ്ട് സഖ്യമായിക്കൊണ്ട് തന്നെ ഇത്തരം, വാസ്തവത്തിൽ അതൊരു നമുക്ക് തോന്നാം ഒരു ഐറണിയാണ്. കാരണം പലപ്പോഴും ഇറാന്റെ ഈ ആക്രമണം മുഖേന ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഗൾഫ് രാജ്യങ്ങളിലെ പല രാജ്യങ്ങൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും മേഖലയുടെ ഒരു ഭാവിയെ കരുതിക്കൊണ്ട്, മിഡിൽ ഈസ്റ്റിന്റെ ഒരു സുരക്ഷയെ കൂടി കരുതിക്കൊണ്ട് ഒരു ബദൽ സൈനിക നീക്കങ്ങൾക്കുള്ള, സഖ്യത്തിനുള്ള ശ്രമങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ വരുന്നത് ഈ ഒരു റീജിയനിലെ പൊളിറ്റിക്സിലും സൈനിക സമവാക്യത്തിലേക്ക് അത് മാറ്റം ഉണ്ടാക്കുന്നു എന്നാണ് ശ്രീ ബ്രിഗേഡിയർ NV നായർ
അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ്. അവർ ഇറാനെ വന്ന് ആക്രമിക്കുന്നു, ദിവസങ്ങളോളം ആക്രമിക്കുന്നു, പെട്ടെന്നൊരു ദിവസം ഒരു വെടിനിർത്തലിലേക്ക് പോകുന്നു. ആ വെടിനിർത്തലിൻ്റെ കാലാവധി കഴിഞ്ഞ ശേഷവും ഏകപക്ഷീയമായി നീട്ടുന്നു, എന്നിട്ട് കരാറിലേക്ക് വരാൻ ഇറാനെ നിർബന്ധിക്കുകയാണ്. സത്യത്തിൽ ഇറാനെതിരായിട്ടുള്ള യുദ്ധം, സൈനികമായ യുദ്ധം റീസ്റ്റാർട്ട് ചെയ്യാൻ, വീണ്ടും തുടങ്ങാൻ അമേരിക്ക ഒരു നിലയ്ക്കും ആഗ്രഹിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണമോ? അങ്ങനെ ഒരു സൈനിക യുദ്ധം വിജയത്തിലായിരിക്കില്ല കൊണ്ടുവന്ന് എത്തിക്കുക എന്ന് മാത്രമല്ല, അത് വലിയ ഡാമേജ് ഉണ്ടാക്കുമെന്ന് അമേരിക്ക കണക്കൂട്ടുന്നുണ്ടോ? ഇനി ഇത് വീണ്ടും ആരംഭിച്ചാൽ അതിൻ്റെ റിസ്ക് എലമെന്റ്സ് എന്തൊക്കെയായിരിക്കും? നിഷാദിനും മറ്റുള്ള എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ജയ്ഹിന്ദ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ഇന്ന് 58ാമത്തെ ദിവസത്തിലാണ്. അത് തുടങ്ങുന്നത് 28th ഫെബ്രുവരിയിലാണ്. അന്ന് ഒരു വെളുപ്പിനെ 2 മണിക്ക് തുടങ്ങിയ ആക്രമണങ്ങളായിരുന്നു അന്ന്. അവർ ആക്രമിച്ചത് അവരുടെ ന്യൂക്ലിയർ സങ്കേതങ്ങളായ ഫോർഡോ, നെത്താൻസ്, ഇഷ്ഫഹാൻ എന്നുള്ള 3 സ്ഥലങ്ങളും അവർ ആക്രമിച്ചു. അതിൽ പല നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കാൽക്കുലേഷനോ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റോ എടുക്കാൻ ആറ്റമിക് എനർജി അസോസിയേഷനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ അവർ ടാർഗറ്റ് ചെയ്തത് ഇറാൻ്റെ നേതൃത്വത്തെയായിരുന്നു. അത് അവരുടെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള ഖൊമീനിയെ വധിച്ചു. അതുപോലെ തന്നെ സൈനിക നേതൃത്വം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കോൺഫറൻസിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചതായിട്ടാണ് അറിവ്. അദ്ദേഹത്തിൻ്റെ പുത്രനായ ഖൊമീനി, ഇപ്പോഴത്തെ പരമോന്നത നേതാവ്, അദ്ദേഹം വളരെ ക്രിട്ടിക്കലായിട്ട് ഇഞ്ചേർഡ് ആയിരിക്കുകയാണ്. അദ്ദേഹം ഏത് നിലയിലാണുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇപ്പോഴുള്ള ആ ഒരു പല ലെവലിലുള്ള നേതൃത്വവും ഇല്ലാതായി. അപ്പോൾ ഇങ്ങനെ രാജ്യത്തിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രത്തെ ആക്രമിച്ച് ഭരണമാറ്റം നടത്തുക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ ആദ്യത്തെ ഒരു ഉദ്ദേശം. പക്ഷേ ഇറാൻ്റെ വളരെ റെസിലിയൻസ് അവർ കാണിച്ചു. അവരുടെ ഇൻഹെറിറ്റൻസ്, ഇന്നയാളില്ലെങ്കിൽ പിന്നെ വേറെ ആര് അധികാരം ഉപയോഗിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയറാക്കി അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് അവർ ചെയ്തിരുന്നു. അതുകൊണ്ട് അമേരിക്ക വിചാരിച്ച പോലെ വളരെ ഒരു ഷോർട്ട് ടൈമിൽ, അവർ പറഞ്ഞത് 4 to 6 weeks എങ്കിലും ഓൺ ദ ഔട്ട്സൈഡ് എടുക്കേണ്ടി വരുമെന്നാണ് ട്രംപ് തന്നെ പറഞ്ഞത്. പക്ഷേ ആ ടൈമൊക്കെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു അധികാരമാറ്റം അവർക്ക് നടത്താൻ പറ്റിയില്ല. പിന്നെ അവർ വിചാരിക്കാത്ത ഒരു കാര്യം ഇറാൻ ചെയ്തത് അവരുടെ ഈ GCC കൺട്രീസിനെ ആക്രമിച്ചു എന്നുള്ളതാണ്. അത് ഈ അറബ് രാഷ്ട്രങ്ങളെ ആക്രമിക്കുമെന്ന് അമേരിക്ക ഒരിക്കലും കരുതിയില്ല. അവരെല്ലാം സിറ്റിംഗ് ഡക്സ് പോലെയാണുള്ളത്. അവരുടെ എല്ലാവർക്കും 100% എയർ ഡിഫൻസ് ഒന്നും കൊടുക്കാൻ അമേരിക്കക്ക് പോലും സാധ്യമല്ല. അവർ ഇറാനെയും US-നെയും കൂടെ കമ്പയർ ചെയ്താൽ ഇക്കണോമിക്കലി ആണെങ്കിലും മിലിറ്ററിലി ആണെങ്കിലും ലോകത്തിലെ നമ്പർ 1 ശക്തി സൂപ്പർ പവർ അമേരിക്ക തന്നെയാണ്. ഇറാനാണെങ്കിൽ ഒരു 44ാമത്തെ ഇതിലാണ് വരുന്നത്. GDP നോക്കുക, ഒരു 31.8 ട്രില്യനാണ്. US-ൻ്റെ എങ്കിൽ ഇവരുടെ 444 ബില്യനാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ മിലിറ്ററി ആണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും രണ്ടുപേരും തമ്മിൽ നേരിട്ടൊരു യുദ്ധത്തിൽ ഇറാന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ അവരുടെ സ്ട്രാറ്റജി ഈ അറബ് രാജ്യങ്ങളെ ആക്രമിച്ചു. അതുപോലെ തന്നെ ഒരു ഓപ്പണായിട്ട് കിടന്ന ഹോർമൂസിനെ കയറി പിടിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് അമേരിക്കയുടെ വീക്ക്നെസ് ആയിട്ട് അവർ കണ്ടത്. ഇതിനു മുമ്പ് ഹോർമൂസിൽ കൂടി ഏത് കപ്പലിനും പോകാമായിരുന്നു, ആർക്കും ചുങ്കം കൊടുക്കേണ്ട കാര്യമില്ല. ആക്ച്വലി സ്പീക്കിംഗ് ഇറാൻ്റെയും ഒമാൻ്റെയും ഇടയ്ക്ക് കിടക്കുന്ന ഒരു സ്ട്രെയിറ്റാണിത്. അവിടെ ഏറ്റവും ചുരുങ്ങിയ ഇറാൻ കോസ്റ്റിൽ നിന്ന് അബൌട്ട് 21 കിലോമീറ്റേഴ്സ് മാത്രം സ്പാനുള്ള ചില ഇടുക്കുകൾ അവിടെയുണ്ട്. നമ്മൾ ഇതിൻ്റെ അധികാരത്തെപ്പറ്റി, ഇൻ്റർനാഷണൽ അധികാരത്തെപ്പറ്റി ആലോചിച്ചാൽ ഇറ്റ് ഈസ് ലേഡ് ഡൗൺ ദാറ്റ് അബൌട്ട് നമ്മുടെ ഒരു 22 കിലോമീറ്ററോളം നമുക്ക് പരമാധികാരമുള്ള സീയാണ് അടുത്തുള്ളത്. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ചുങ്കം ഒക്കെ നിങ്ങൾക്ക് ചുമത്താൻ പറ്റുന്ന ഒരു ദൂരം പറയുന്നത് അനദർ 22 കിലോമീറ്റർ. അപ്പോൾ ഒരു 44 കിലോമീറ്റേഴ്സ് ആണ് ഇറാൻ്റെ അധികാര പരിധി ആക്ച്വലായിട്ടുള്ളത്. ആക്ച്വലി അവർക്ക് അവിടെ നമ്മുടെ ഈ സൂയസിൻ്റെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ 21 കിലോമീറ്റർ വരെയുള്ള
ഇടുക്കിൽ കൂടെ അവർക്ക് ഇങ്ങനെയുള്ള ചുങ്കം ചുമത്താനുള്ള ഒരു അധികാരം ഇൻ്റർനാഷണൽ ലോ അനുസരിച്ചുണ്ട്. പക്ഷേ അത് അവർ ചെയ്യാതിരുന്നത് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് വളരെ അമേരിക്കയെ പ്രകോപിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അവർ മുതൽ ചെയ്യാറുന്നത്. പക്ഷേ ഇപ്പോൾ അവർ ചെയ്യാൻ തുടങ്ങിയതോടുകൂടെ അമേരിക്കയ്ക്കും പിന്നെ വേറെ ചില ടാക്ടിക്സിലേക്ക് മാറി വന്നു. ഇപ്പോൾ പിന്നെ ഇറാൻ്റെ അവരുടെ സ്ട്രോങ് പോയിന്റ്സ് നമ്മൾ നോക്കിയാൽ അവരുടെ ടോപ്പോഗ്രാഫി തന്നെ ഒരു അമേരിക്കയ്ക്ക് കയറി ആക്രമിക്കാൻ പറ്റില്ല എന്നൊരു സ്ഥലത്തിലാണ്. അതിൻ്റെ കാസ്പിയൻ സീയുടെ ആ സൈഡിൽ ഒരു മലനിരകളുണ്ട്. അതുപോലെ തന്നെ പേർഷ്യൻ ഗൾഫിൻ്റെ വെസ്റ്റേൺ സൈഡിലാണെങ്കിലും മലനിരകളാണ്. പിന്നെ അകത്തുള്ളത് ദുർഘടമായ ഡെസേർട്ട്സും ചിലരത്തെ ടെമ്പറേച്ചർ 70 ഡിഗ്രി സെൽഷ്യസ് വരെ പോകുന്ന ഇതാണ്. അപ്പോൾ ദുർഗമമായ ഏരിയകളാണ്. അവിടെയാണ് പിന്നെ ഈ മൗണ്ടൻസിൻ്റെ ഇടയിലേക്കാണ് അവർ ഈ ടണലിംഗ് ചെയ്തിട്ട് അവരുടെ അസറ്റ്സായ ന്യൂക്ലിയർ അസറ്റ്സ് എല്ലാം അവിടെയാണുള്ളത്. അതുപോലെ തന്നെ ഈ മിസൈൽസ് അതിനെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളും അതിൻ്റെ ഈ ടണലിംഗ് അവർ വളരെ നേരത്തെ തന്നെ തുടങ്ങി. അവർക്ക് അവരുടെ വീക്ക്നെസ് നേരത്തെ അറിയാമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവർക്ക് എയർക്രാഫ്റ്റ്സ് ഉണ്ടായിരുന്നില്ല. പഴയ റഷ്യയിൽ നിന്ന് കിട്ടിയത് അതൊക്കെയാണ് അവരിൽ ഉണ്ടായിരുന്നത്. അതൊക്കെ വളരെ പഴയതും വളരെ ഇൻഎഫക്റ്റീവുമായിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് അവർ ഇങ്ങനെ അവർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് റഷ്യയും ചൈനയുമുണ്ട്. പക്ഷേ അടുത്ത രാജ്യങ്ങളൊന്നുമില്ല. പിന്നെ ഇറാൻ ഒരു അറബ് രാജ്യമല്ല, അത് അവർ പേർഷ്യക്കാരാണ്. പക്ഷേ ഈ അറബും ഇവരും തമ്മിലുള്ള ആ ഒരു ബദ്ധവൈര്യം പണ്ട് മുതലേ ഉള്ളതാണ്. അപ്പോൾ ഇവരുടെ അമേരിക്കയ്ക്ക് ഒരു പൂർണ്ണ വിജയം നേടുക എന്നുള്ള എളുപ്പമുള്ള കാര്യമല്ല. ഈ ടെറൈൻ ഇഷ്യൂസ് ഒക്കെ അവിടെ നിൽക്കുന്നതാണ് ബ്രിഗേഡിയർ ചൂണ്ടിക്കാണിച്ച കാര്യം. ശ്രീമതി മേരി ജോർജ്, നമ്മളിപ്പോൾ എന്താണ് ചെയ്യുക? ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ വലിയ തോതിലുള്ള ഭാരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ ആഭ്യന്തര മാർക്കറ്റിൽ പൂർണ്ണ തോതിൽ അത് പ്രതിഫലിച്ചിട്ടില്ല എങ്കിലും സർക്കാർ പിടിവിടുന്ന ആ മൊമെൻറ്റിൽ അത് വൻതോതിൽ പ്രതിഫലിക്കും. പിന്നെ നമുക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത നില വരും. മറ്റൊരു വശത്താണെങ്കിൽ നമ്മുടെ ഈ NRIസിനെ സീരിയസ്ലി അത് ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വലിയതുള്ള ലേ ഓഫുകൾ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ പരിഹരിക്കപ്പെടണമെങ്കിൽ ഹോർമുസ് പ്രതിസന്ധി അവസാനിക്കണം, മേഖല ശാന്തമാകണം. ശാന്തമായാൽ തന്നെയും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ആഘാതത്തിൽ നിന്ന് പുറത്തു വരാൻ നമ്മൾ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ പോലും എടുത്തേക്കാം. സോ നമ്മൾ സത്യത്തിൽ ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്ന സംഗതി, നമ്മുടെ നിത്യജീവിതം സത്യത്തിൽ ത്രിശങ്കുവിലാണോ? അതെങ്ങോട്ടാണ് അതിൻ്റെ പോക്ക്? നിഷാദെ, കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് നമ്മുടെ റിസർവ് ബാങ്കിന്റെ വായ്പാ അവലോകന കമ്മിറ്റിയുടെ യോഗം ചേർന്നിരുന്നു. അപ്പോൾ ആ കമ്മിറ്റി വിലയിരുത്തിയത് ഈ ഹോർമുസ് പ്രതിസന്ധി, അതായത് അമേരിക്കൻ യുദ്ധം വലിയ പ്രത്യാഘാതങ്ങളാണ് ഇന്ത്യൻ ഇക്കോണമിയിൽ സൃഷ്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ആ പ്രത്യാഘാതങ്ങൾ എന്ന് RBI കണക്ക് കൂട്ടുന്നത്? ഒന്നാമതായിട്ട് നമ്മുടെ GDP ഇപ്പോൾ നമ്മൾ കണക്കാക്കിയിരിക്കുന്നതിനേക്കാൾ 0.5% to 0.6%, അതായത് 0.5% മുതൽ 0.6% വരെ GDP വളർച്ച നമ്മൾ നേരത്തെ അനുമാനിച്ചിരുന്നതിനേക്കാൾ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതാണ് ഒന്ന്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, നമ്മുടെ അടവശിഷ്ട ബാക്കിയിൽ വലിയ വളരെ വർധനവുണ്ടാകാം. അടവശിഷ്ട ബാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന് നിന്ന് കിട്ടുന്ന വരുമാനവും ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നൽകേണ്ടി വരുന്നതും തമ്മിലുള്ള വ്യത്യാസം, അതായത് ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ മൂല്യം കൂടുക. എന്തുകൊണ്ടാണ് അങ്ങനെ അടവശിഷ്ട ബാക്കി, അതായത് അടവശിഷ്ട കമ്മി വർദ്ധിക്കും എന്നാണ്, അതായത് CAD നെഗറ്റീവ് ആകും, അത് വർദ്ധിക്കും എന്നാണ് RBIയുടെ കണ്ടെത്തൽ. എന്തുകൊണ്ടാണ് അത്? സാധാരണ രീതിയിൽ നമ്മുടെ CAD നെഗറ്റീവാണ്, പക്ഷേ ഈ വർഷം അത് വളരെ കൂടുതലായിട്ടാണ് കമ്മി വർദ്ധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ നേരത്തെ തന്നെ അവിടെ പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഹോർമൂസ് കടലിടുക്കിലുണ്ടായ പ്രതിസന്ധി മൂലം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില, ക്രൂഡിൻ്റെ വില, യുദ്ധം ഇനിയും നീണ്ടുപോയാൽ $150 വരെ ക്രൂഡിൻ്റെ വില ഉയർന്നേക്കാം. ഇപ്പോൾ തന്നെ നമുക്കറിയാം 110 വരെ പോയി, പിന്നെ അത് 105, 100-ന് താഴെ ഈ തരത്തിലൊക്കെ പൊങ്ങി താണും ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ക്രൂഡിൻ്റെ വില വർദ്ധിക്കുക എന്ന് വെച്ചാൽ ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ രാഷ്ട്രങ്ങളും ഹോർമുസ് കടലിടുക്ക് വഴി എവിടേക്കൊക്കെ, ഇപ്പം ചൈന തന്നെ
അവരുടെ 50% പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഹോർമുസ് കടലിടുക്ക് വഴിയാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ അവര് വളരെ ശക്തമായ രീതിയിൽ ഇറാനെ പിന്തുണച്ചുകൊണ്ട് ട്രംപിനെതിരെ, അതായത് ഇറാന്റെ ഇപ്പോഴത്തെ വിജയ രഹസ്യം തന്നെ ചൈന ഇറാനെ പിന്തുണയ്ക്കുന്നു, ഇറാൻ എവിടെ മിസൈൽ അയക്കുന്നുവോ അതിൻ്റെയൊക്കെ ലക്ഷ്യം കൃത്യമായിരിക്കത്തക്ക രീതിയിലുള്ള എന്താ പറയുക വൈദഗ്ധ്യം, ടെക്നോളജിക്കൽ അസിസ്റ്റൻസ് ചൈനയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചൈനയുടെ സഹായം കൊണ്ടാണ് ഇറാൻ ഇത്രയും പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ്? കാരണം ചൈന ഇപ്പോൾ ഈ 50% പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഹോർമുസ് കടലിടുക്ക് വഴി കൊണ്ടുവരുമ്പോഴും അത് അമേരിക്കൻ ഡോളറിൽ വേണം വാങ്ങാൻ. അതിന്റെ ഒരു വലിയ പ്രയോജനം അമേരിക്കയ്ക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രയോജനം അമേരിക്കയ്ക്ക് കിട്ടാത്ത രീതിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാൻ ചൈനയ്ക്ക് കഴിഞ്ഞാൽ ചൈനയ്ക്ക് വലിയ ലാഭമുണ്ടാകും. അത് മുതലെടുക്കാൻ വേണ്ടിയാണ് ഈ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ കൈവശം ഇരിക്കട്ടെ എന്ന രീതിയിൽ ഇറാനെ വേണ്ട രീതിയിൽ സഹായിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അതവിടെ നിൽക്കട്ടെ. നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞ ഇന്ത്യയുടെ സമ്പദ്ഘടനയിലേക്ക് വരാം. അപ്പൊ ഈ അടവുശിഷ്ട ബാക്കിയിലെ കമ്മി എന്ന് പറയുന്നത് വളരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇത് വർദ്ധിച്ചാൽ ഉണ്ടാകാവുന്ന പ്രശ്നം എന്താണ്? ഇന്ത്യയുടെ കറൻസിക്ക് ബാക്കിംഗ് ആയിട്ട് വെച്ചിരിക്കുന്നത്, അതായത് നമ്മുടെ കമ്മട്ടത്തില് ഏകദേശം 900 ടണ്ണിനനുസരിച്ച് 880 ടൺ സ്വർണം കറൻസിയുടെ ബാക്കിംഗ് ആയിട്ട് വെച്ചിരിക്കുന്നു. അതുകൂടാതെ തന്നെ അമേരിക്കൻ ഡോളർ, പൗണ്ട് സ്റ്റേർലിംഗ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കറൻസികളുടെ ശേഖരവും ഉണ്ട്. നമ്മുടെ കറൻസിയുടെ മൂല്യം മെയിൻറ്റെയിൻ ചെയ്യാൻ വച്ചിരിക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം നമുക്കറിയാം, ഫെബ്രുവരി 28 ശേഷം രൂപയുടെ മൂല്യം ഡോളറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 95 രൂപ ഇസ് ഈക്വൽ ടു $1 എന്ന രീതിയിലും അതിനു മുകളിലേക്കും അത് 100 വരെ എത്തും എന്ന് പറയുന്ന ഒരു സാഹചര്യം സംജാതമായിരുന്നു. അതിൽ നിന്നൊക്കെ താണ് 94, 93 ഈ തരത്തില് നിൽക്കുകയാണ്. അപ്പോൾ ഈ അടവുശിഷ്ട ബാക്കി ഒരുപാട് വർദ്ധിക്കുക എന്ന് വെച്ചാൽ, അതായത് കമ്മി വർദ്ധിക്കുക എന്ന് വെച്ചാൽ ആ കമ്മി നികത്താൻ ഒന്നുകിൽ നമ്മുടെ കമ്മട്ടത്തിലെ സ്വർണം എടുത്തു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കമ്മട്ടത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന കറൻസി, അത് ഏത് കറൻസിയാണോ ആവശ്യം ആ കറൻസി തന്നെ എടുത്ത് പുറത്തേക്ക് വിടേണ്ടി വരും. അങ്ങനെ വേണം നമുക്ക് അടവുശിഷ്ട ബാക്കി ശരിയാക്കാനായിട്ട്. അപ്പൊ അത് വലിയ തിരിച്ചടി ഇന്ത്യക്ക് ഉണ്ടാക്കുക. അതായത് നമ്മുടെ കറൻസിയുടെ മൂല്യം പിടിച്ചു നിർത്താൻ പിന്നെയും നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്നതാണ് അതിൽ നിന്ന് വരുന്ന രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മറ്റൊന്ന്, നമുക്ക് വേണ്ട പല, ഇപ്പൊ ഉദാഹരണം ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, ഇന്ത്യ ലോകത്തിന്റെ തന്നെ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഹബ്ബായിട്ടാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ആ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയെ താങ്ങി നിർത്താൻ വേണ്ട ഒരുപാട് റോ മെറ്റീരിയൽസ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരികയാണ്. അപ്പൊ ഈ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുക, അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഏവിയേഷൻ സെക്ടറിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോഴേക്ക് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട അമോണിയം, ഹീലിയം തുടങ്ങിയ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസ് കൊണ്ടുവരാൻ പറ്റാതെ വരുന്നു. അത് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയെ തകർക്കുന്നു എന്ന് മാത്രമല്ല, ആഗോളതലത്തിൽ നമ്മൾ കയറ്റി അയക്കുന്ന മരുന്നുകളുടെ ഒക്കെ അളവ് കുറയും, നമ്മുടെ എക്സ്പോർട്ട്സ് ഒരുപാട് ഇടിയാൻ സാധ്യതയുണ്ട്. അത് മറ്റൊരു ഇത്. ഇനി വേറൊന്ന് എടുക്കുകയാണെങ്കിൽ, ഇവിടെ നമ്മുടെ ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള പല വ്യവസായങ്ങളെയും ഈ പറയപ്പെട്ട ഈ ഹോർമുസ് കടലിടുക്കിന്റെ ഇടിവ് മൂലം നമ്മുടെ കയറ്റുമതി കുറയുന്നു. പിന്നെ കയറ്റുമതി കുറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് പല വ്യവസായങ്ങളും തകർച്ചയിലേക്ക് നീങ്ങും. ഉദാഹരണത്തിന് കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുന്ന ഒന്നാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ആ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ കോടിക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്നിടത്ത് വലിയ തരത്തില് തൊഴിലില്ലായ്മ സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ്. പിന്നെ അതിനേക്കാളും ഒക്കെ കനത്ത പ്രഹരം ഇന്ത്യൻ ഇക്കോണമിക്ക് ഉണ്ടാക്കാവുന്നത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ ഇറക്കുമതി അസാധ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, ഉദാഹരണത്തിന് നമുക്ക് പൊട്ടാസിക് ഫെർട്ടിലൈസേഴ്സിന്റെ കാര്യം, പൊട്ടാസ്യം വളരെ അതായത് നൈട്രജൻ, ഫോസ്ഫേറ്റ്, പൊട്ടാസ്യം അല്ലെങ്കിൽ അവയുടെ അവാന്തര വിഭാഗങ്ങൾ, ഇതാണ് നമുക്ക് ഇറക്കുമതി ചെയ്യേണ്ട ഫെർട്ടിലൈസേഴ്സ്, രാസവളങ്ങൾ. ആ രാസവളങ്ങളിൽ നൈട്രജനും ഫോസ്ഫേറ്റും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഒരളവ് വരെ, പക്ഷേ പൊട്ടാസ്യം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അത് നമ്മൾ റഷ്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്യുന്നത്. അപ്പൊ ഈ അതായത്
റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം പൊട്ടാസ്യത്തിന്റെ ഇറക്കുമതി കുറഞ്ഞു പോയി. പൊട്ടാസ്യത്തിന്റെ വില സാധാരണ വളരെ ഉയർന്നു നിൽക്കുന്നത് പൊട്ടാസ്യത്തിന്റെ വിലയാണ്. ഈ പ്രാവശ്യം അത് വളരെ ഉയർന്നു. അതിന്റെ ഒരു പ്രത്യാഘാതം നോക്കിയാൽ മതി. ഈ കഴിഞ്ഞ ഓണത്തിന് 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ 500 രൂപ കൊടുക്കേണ്ടി വന്നു എന്നോർക്കണം. എന്തുകൊണ്ടാണ്? തെങ്ങിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വളമാണ് പൊട്ടാസ്യം. ആ പൊട്ടാസ്യം ഇടാതെ പോകുന്നു കേരളത്തിലെ തെങ്ങുകൾക്കും ഇന്ത്യയിലെ തെങ്ങുകൾക്കും എന്നതുകൊണ്ടാണ് ഉൽപാദനം കുറഞ്ഞതും വില അത്രയധികം വർദ്ധിച്ചതും. അപ്പോൾ ഇന്ത്യയുടെ കാർഷിക മേഖലയെ മുഴുവനും തരിപ്പണമാക്കുന്ന തരത്തിലാണ് കെമിക്കൽ. ഈ അടുത്ത നാളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ഏത് ന്യൂസ് പേപ്പർ നോക്കിയാലും, പ്രത്യേകിച്ച് ഹിന്ദു എടുത്ത് നോക്കിയാൽ അറിയാം, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ ലഭ്യത കുറയുന്നു, വില വർദ്ധിക്കുന്നു, കർഷകർ പ്രതിസന്ധിയിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതുപോലെ ഇന്ത്യൻ ഇക്കോണമിയെ സർവ്വവിധേനയും തളർത്തുന്നു. തീർന്നില്ല നിഷാദെ, ഈ കേരളത്തിലേക്ക് വന്നു നോക്കൂ, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് തന്നെ വന്നു നോക്കൂ. ടൂറിസം സെക്ടർ, ഈ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായമാണ് ടൂറിസം വ്യവസായം. ആ ടൂറിസം വ്യവസായത്തിന് വന്ന കനത്ത അടി, അതുപോലെ തന്നെ നേരത്തെ അവിടെ പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് 1 കോടിക്കടുത്ത് ഇന്ത്യക്കാരാണ് ഈ പറയപ്പെട്ട GCC രാജ്യങ്ങളിലുള്ളത്. അതിൽ 40 ലക്ഷം മുതൽ 45 ലക്ഷം വരെ മലയാളികളാണ്. ഈ 45 ലക്ഷം വരെയുള്ള മലയാളികൾ, അതായത് അവിടെ നിന്നുള്ള മലയാളികൾ മാത്രമല്ല, നമ്മുടെ ഇവിടെ നിന്നുള്ള പ്രവാസികൾ, ഏത് രാജ്യത്തേക്കുമുള്ള എല്ലാ പ്രവാസികളും കൂടി നമ്മുടെ GSDP-യുടെ, അതായത് സംസ്ഥാന ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 32% വരെ സംഭാവന ചെയ്യുന്ന വർഷങ്ങളുണ്ട്. കോവിഡ് കാലത്ത് അത് 24% കുറഞ്ഞു. എങ്കിൽ പോലും അത് വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ഈ വലിയ കനത്ത പ്രഹരം. ഈ പറയുന്ന കോൺട്രിബ്യൂഷനെ എല്ലാം അവതാളത്തിലാക്കുമ്പോഴാണ് യുദ്ധം വികസിക്കുന്നത്. അത് ഇന്ത്യയെ വലിയ ഉലച്ചിലേക്ക് കൊണ്ടുപോകുന്നതാണ് മാം ചൂണ്ടിക്കാണിക്കുന്നത്. സ്വായിൽ, ഈ യുദ്ധത്തിൽ പരിഹാരമുണ്ടാക്കാൻ ഇറാനിയൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായിട്ടാണ് അമേരിക്ക ചർച്ചയ്ക്ക് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ മധ്യസ്ഥ രാജ്യങ്ങൾ അവരുമായിട്ടാണ് ആശയവിനിമയം നടത്തുന്നത്. ഇതിൽ IRGC എന്ന് പറയുന്ന സംവിധാനത്തിന്റെ റോൾ എന്തുമാത്രമാണ്? ഇറാനെ കംപ്ലീറ്റ്ലി ഇപ്പോൾ റൺ ചെയ്യുന്നതിൽ IRGCക്ക് ഒരു ഡോമിനൻസ് ഉണ്ടോ? അവരെടുക്കുന്ന അവരുടെ അഡമൻ പൊസിഷൻസ് ഇപ്പോഴത്തെ ചർച്ചകളെ സ്വാധീനിക്കുന്നുണ്ടോ? എന്താണ് ഒരു IRGC അപ്ഡേറ്റ് എന്താണ്? തീർച്ചയായും നമുക്കറിയാം, ഇറാൻ എന്ന് പറയുന്ന ഈ സംവിധാനം തന്നെ അത് സാധാരണ ഒരു രാഷ്ട്രമല്ല. നമുക്കറിയാം, ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം, ആ വിപ്ലവത്തിന് ശേഷം ഉണ്ടായിത്തീർന്നിട്ടുള്ള ഒരു ആശയഗതിയാണ് യഥാർത്ഥത്തിൽ ഇറാനിലെ ഇപ്പോഴത്തെ ഭരണകൂടം എന്ന് പറയുന്നത്. ആ ഭരണകൂടം ഈ യുദ്ധം തോൽക്കുക എന്നതിൻ്റെ അർത്ഥം ആ ആശയം തോൽക്കുക എന്നുള്ളത് ആണ് എന്ന് IRGCക്ക് അറിയാം. അതുകൊണ്ട് കൂടിയാണ് അവർ ദീർഘകാലത്തെ ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കം കുറേ കാലമായി തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ അതിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് IRGC ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഗതി പോകുന്നത് ഹു വിൽ ബ്ലിങ്ക് ഫസ്റ്റ് എന്നുള്ളതാണ്. ആദ്യം ആര് ഹോർമൂസിൽ തോറ്റുകൊടുക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു ഭാഗത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ദീർഘകാല യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കം ആരംഭിച്ചു കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി. അവർ ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിക്ക് വേണ്ടിയുള്ള ദീർഘകാല പദ്ധതി ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് അതിൻ്റെ മറുതന്ത്രങ്ങൾ മെനയുന്നത് IRGC ആണ്. ഇവിടെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ട്രംപ് കളിക്കുന്നത്. അപ്പോൾ ഹോർമൂസ് കടലിടുക്ക് ഒരു പ്രധാനപ്പെട്ട മേഖലയായി നിൽക്കുകയും അവിടേക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ആയുധങ്ങളും അതേപോലെ തന്നെ തന്ത്രങ്ങളും ഒരുക്കുന്നത് IRGC ആയതുകൊണ്ട് തന്നെ ആരായിരിക്കും അവിടെ ആദ്യം വിട്ടുകൊടുക്കുക? അത് ട്രംപ് ആയിരിക്കുമോ IRGC ആയിരിക്കുമോ എന്ന ചോദ്യം ഉയരുമ്പോൾ സ്വാഭാവികമായും ചില കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കേണ്ടി വരും. അത് രണ്ട് കൂട്ടർക്കും ഈ കാര്യത്തിൽ നഷ്ടങ്ങളുണ്ട് എന്നത് തീർച്ചയാണ്. കാരണം ഇറാൻ്റെ എണ്ണ തടയുക എന്നുള്ളതാണ്, പൂർണ്ണമായും അവസാനിപ്പിക്കുക, എണ്ണ വ്യാപാരം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ട്രംപ് ശ്രമിക്കുന്നത്. അത് ആ അർത്ഥത്തിൽ പല ഘട്ടത്തിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. ഇറാൻ്റെ ഉള്ളിൽ സാമ്പത്തികമായ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. പക്ഷേ ആ പ്രതിസന്ധി അവർ മുൻകൂട്ടി കണ്ടിട്ടുള്ളതാണ് എന്ന് മാത്രമല്ല, ഒരു റെസിസ്റ്റൻസ് എക്കോണമി എന്നുള്ള നിലയിൽ കാലങ്ങളായി ഉപരോധത്തെ അനുഭവിച്ചറിഞ്ഞ ഒരു സംവിധാനം എന്ന നിലയിൽ ഇറാനിയൻ ഭരണകൂടത്തിനും IRGCക്കും അതിനെ തടുത്തു നിർത്താനും അതിനെ അതിജീവിക്കുവാനുമുള്ള ശേഷിയുണ്ടാകും. പക്ഷേ അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മിഡ് ടേം ഇലക്ഷൻ വരാനിരിക്കുകയാണ്. ഈ ഇലക്ഷന് മുമ്പ് തന്നെ ഇപ്പോൾ തന്നെ ട്രംപിൻ്റെ ഡിന്നർ പരിപാടിയിൽ വെടിയേറ്റ സംഭവം നമ്മൾ കണ്ടു. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇറാനുമായി അതിന് നേരിട്ട് ബന്ധമില്ല എങ്കിൽ പോലും അവിടെ ഉയർന്നു വരുന്ന ആഭ്യന്തരമായ സംഘർഷത്തിൻ്റെയും അതൃപ്തിയുടെയും വലിയൊരു ബഹിസ്ഫുരണം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവിടെ ആഭ്യന്തരമായി ട്രംപിൻ്റെ റേറ്റിംഗ് വളരെ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്.
മിഡ് ടേം ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് സ്വാഭാവികമായും നിലവിലുള്ള ഒരു സിനാരിയോ മാറ്റേണ്ടി വരിക എന്നുള്ളത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. കാരണം അവിടെ എണ്ണയുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അത് മുഖേന ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു, സാധാരണ വസ്തുക്കളുടെ അവശ്യ വസ്തുക്കളുടെ എല്ലാം വില കുതിച്ചുയരുന്നു. ഈ അവസ്ഥയുമായി നേരിട്ട് മിഡ് ടേം ഇലക്ഷനിലേക്ക് ട്രംപ് കടക്കുകയാണെങ്കിൽ വലിയ തിരിച്ചടി നേരിടും. അതുകൊണ്ട് തന്നെ നിരീക്ഷകരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹോർമുസിൽ ആദ്യം പിന്മാറുന്നത് ട്രംപ് തന്നെയായിരിക്കും എന്നുള്ളതാണ്. കാരണം IRGC കാലങ്ങളായി ഒരുക്കി വെച്ചിട്ടുള്ള അവരുടെ ചെറിയ ചെറിയ ആയുധങ്ങളാണെങ്കിലും അതിൻ്റെ മാരകമായ ശേഷി, ദീർഘകാലമായി ഉപയോഗിക്കാനുള്ള അവരുടെ പലതരത്തിലുള്ള തന്ത്രങ്ങൾ, ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഹോർമുസിൽ ദീർഘകാലത്തേക്കുള്ളൊരു പദ്ധതി അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ദീർഘകാലത്തേക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് അവിടെ നടക്കും. പക്ഷേ അപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം നടക്കുന്നുണ്ട്. ഇസ്രായേലാണ് ഈ യുദ്ധത്തിന് തുടങ്ങി വെച്ചിട്ടുള്ളത്. ഇസ്രായേലിന് വേണ്ടിയാണ് ഈ യുദ്ധം നടക്കുന്നത്. നേരത്തെ അമേരിക്കയുടെ പരസ്യമായും രഹസ്യമായുമുള്ള പല വിവരങ്ങളും പുറത്തു വന്നത് ഇത് ഇസ്രായേലിന് വേണ്ടി നടക്കുന്ന ഒരു യുദ്ധമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇസ്രായേൽ ഒരിക്കലും ഈ യുദ്ധം വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് അവസാനിപ്പിക്കുകയോ ചെയ്യില്ല എന്നുള്ള ഒരു ഭാഗം അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ്, സത്യമാണ്. എങ്കിൽ പോലും അതേ ആശയത്തിൽ തന്നെ മറുപടി നൽകാനും അതേ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ദീർഘകാലത്തെ പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനെ തിരിച്ചടിക്കാനും IRGC സന്നദ്ധമായിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നടുവിൽ നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അമേരിക്കയുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയാവില്ല. പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഇന്ത്യയുടെ മാത്രമല്ല ഏഷ്യയുടെ വിവിധ രാജ്യങ്ങൾ, യൂറോപ്പിലെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, ഇതെല്ലാം ട്രംപിൻ്റെ മുകളിലുണ്ട്. അതോടൊപ്പം തന്നെ ഗൾഫ് രാഷ്ട്രങ്ങൾ, GCC രാഷ്ട്രങ്ങളുടെ സമ്മർദ്ദം, ഈ സമ്മർദ്ദവും ആഭ്യന്തര സമ്മർദ്ദവും താങ്ങി എത്ര കാലം ഡൊണാൾഡ് ട്രംപ് നിൽക്കും എന്നുള്ള ചോദ്യം നമ്മുടെ നിലവിലുണ്ട്. താജ് ആലുവ, ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന ഇറാന്റെ ശത്രുക്കൾ അനുഭവിക്കുന്ന ആഭ്യന്തരമായിട്ടുള്ള ശൈഥില്യങ്ങളും സങ്കീർണതകളും എത്ര വലുതാണ്? അത് ഇപ്പോൾ സുഹൈൽ പറഞ്ഞതിൽ അതിലുണ്ട്. ഇപ്പം ഇന്നലത്തെ വെടിവയ്പ്പിന് ശേഷം ട്രംപ് പറയാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി തനിക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണം ദേശീയ ഐക്യത്തിനുള്ള മാർഗമാക്കി മാറ്റണം എന്നതാണ്. അപ്പോൾ ദേശീയമായ ഐക്യത്തിന് എന്തോ ശൈഥില്യം സംഭവിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം സെൻസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, യുദ്ധം പുനരാരംഭിക്കുമോ എന്ന ഭയപ്പാടിൽ ടെല്ലവീവിൽ ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങിയത് നാം കണ്ടു. അപ്പോൾ സത്യത്തിൽ ഈ യുദ്ധം പുനരാരംഭിക്കാൻ കഴിയാത്ത വിധം ആഭ്യന്തരമായിട്ടുള്ള ഒരു കുടുക്ക് ഈ ഭരണകൂടങ്ങൾക്കുണ്ടായിട്ടുണ്ടല്ലോ. അത് ഈ യുദ്ധത്തെ എങ്ങനെയാണ് സീരിയസ്ലി സ്വാധീനിക്കാൻ പോകുന്നത്? നിഷാദ്, ഈ യുദ്ധം ഇനി ഒരർത്ഥത്തിലും പുനരാരംഭിക്കാൻ അമേരിക്കക്കോ ഇസ്രായേലിനോ കഴിയില്ല എന്നത് വളരെ വ്യക്തമാണ്. ഇപ്പോ നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള ഘടകങ്ങൾ അതിനകത്തുണ്ട്. ഇതില് വളരെ കൗതുകകരമാണ് ട്രംപിന്റെ ആ പ്രസ്താവന. അതായത് ഇതിനു മുമ്പ് നടന്ന വധശ്രമത്തെയും ഇപ്പോൾ നടന്ന വധശ്രമത്തെയും രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും പിന്നെ രാജ്യത്തിന്റെ സംവിധാനത്തിനും നേരെ നടന്ന ആക്രമണമായിട്ട് ട്രംപ് വിശേഷിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിൽ വളരെ കൗതുകരമായിട്ടൊരു വസ്തുത, പല TV ചാനലുകൾ, പ്രത്യേകിച്ച് CNN പോലുള്ള TV ചാനലുകൾ ഇന്നലത്തെ ആ വെടിവെപ്പിനെ അത് കംപ്ലീറ്റ്ലി ഒരു ഡ്രാമ, ഒരു നാടകം, ഒരു സ്റ്റേജ്ഡ് ആയിട്ടുള്ള ഒരു നാടകമായിട്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോ എത്രത്തോളം ഡെസ്പറേറ്റ് ആണ് ട്രംപ് തന്റെ ഇമേജ് ഒന്ന് പുതുക്കാനും അതുപോലെ തന്നെ താൻ അകപ്പെട്ടിട്ടുള്ള ഇറാൻ യുദ്ധം എന്ന് പറയുന്ന ഒരു ട്രാപ്പിൽ നിന്ന് പുറത്തു കടക്കാനുള്ള തന്ത്രങ്ങളായിട്ട് അതിനെ വിലയിരുത്തുന്ന ധാരാളം നിരീക്ഷകർ അമേരിക്കക്കകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കാണേണ്ട വസ്തുത. അപ്പോ മാത്രമല്ല, ഇസ്രായേലിനെ സംബന്ധിച്ച് നോക്കൂ. ഇസ്രായേൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ടെല്ലവീവിൽ ജനങ്ങൾ യുദ്ധം പുനരാരംഭിക്കുന്നതിനെതിരാണ് എന്ന് മാത്രമല്ല, ഇസ്രായേലിന് ഏറ്റവും വലിയ കണക്കൂട്ടലുകൾ പിഴച്ചത് ലെബനാനിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും ഡീക്യാപിറ്റേറ്റ് ചെയ്തു. അവരെ മുഴുവൻ ഞങ്ങൾ വധിച്ചു കഴിഞ്ഞു. മിലിറ്ററിലി ഹിസ്ബുള്ള തകർന്ന് തരിപ്പണമായി. ലെബനാൻ ഞങ്ങൾക്കൊരു പീസ് ഓഫ് കേക്ക് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സദേൺ ലെബനാനിലേക്ക് ഇസ്രായേൽ കടന്നു കയറുന്നത്. പക്ഷെ നോക്കൂ, 1982 ലെബനാൻ അധിനിവേശം ഇസ്രായേൽ നടത്തിയപ്പോൾ കേവലം 8 ദിവസം കൊണ്ട് ബെയ്റൂത്ത് വരെ ഇസ്രായേലി സൈന്യത്തിന് വളരെ കൂളായിട്ട് പ്രവേശിക്കാൻ സാധിച്ചു. പക്ഷെ ഇപ്പോ വെറും തങ്ങളുടെ തെക്കൻ അതിർത്തിയിൽ നിന്ന് വടക്കൻ അതിർത്തിയിൽ നിന്ന് വെറും 8 കിലോമീറ്റർ മാത്രമുള്ള ലിത്താനി റിവറിലേക്ക്, ആ നദിയുടെ അടുത്തേക്ക് പോലും ഇസ്രായേലി സൈന്യത്തിന് എത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പിന്നെ ഇസ്രായേലിലെ സൈനിക വിദഗ്ധരൊക്കെ പറഞ്ഞിരുന്നത് ഇസ്രായേൽ ഈ യുദ്ധത്തിൽ ഹിസ്ബുള്ള പ്രവേശിച്ചതോടുകൂടി ഹിസ്ബുള്ളയെ പൂർണ്ണമായും തീർക്കാനുള്ള ഒരു അവസരം തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഹിസ്ബുള്ള ഇസ്രായേൽ വിരിച്ച വലയിൽ വീണിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അതേ നിരീക്ഷകർ ഇപ്പൊ പറയുന്നത് ഹിസ്ബുള്ള വിരിച്ച വലയിൽ ഇസ്രായേലി സൈന്യം വീണു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളയുടെ ഗറില്ല ഓപ്പറേഷനുകളിൽ പെട്ട് ഈ 8 കിലോമീറ്റർ പരിധിക്കുള്ളിൽ മാത്രം ഇസ്രായേലി സൈന്യത്തിന് ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു.
തങ്ങൾ പരിപൂർണമായും നിശേഷമായി നശിപ്പിച്ചു എന്ന് പറയുന്ന ഹിസ്ബുള്ളയെ പോലും ഇസ്രായേലിന് ഇപ്പോൾ പ്രതിരോധിക്കാൻ സാധിക്കാത്തത്ര ആ ശക്തി ദുർബലമായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പദ്ധതിയെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് ഒരു പുനരാലോചന തീർച്ചയായും ഇസ്രായേൽ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നു. നെതന്യാഹുവിന്റെ യുദ്ധമോഹങ്ങൾ, ഈ പദ്ധതിക്ക് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള പല അധിനിവേശത്തിനുള്ള പല ശ്രമങ്ങളും ഇനി ബാക്ക് ഫയർ ചെയ്യുന്നു. ഇപ്പൊ നോക്കൂ, ഈ യുദ്ധം കഴിഞ്ഞാൽ നെതന്യാഹു ഇനിയും ആവശ്യപ്പെട്ടേക്കാം തുർക്കി പോലുള്ള രാജ്യങ്ങളെ പോലും ആക്രമിക്കണം. അത് ഇസ്രായേലിലെ വലതുപക്ഷത്തിന്റെ ഒരു ആവശ്യം കൂടിയാണ്. തുർക്കിയെ പോലും ആക്രമിക്കണം എന്ന ഒരു ഡോക്യുമെന്റ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പറ്റുന്ന ഒരു ഗ്രൗണ്ട് വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് സാധിക്കാത്തവണ്ണം ഇസ്രായേലിനെ പിന്നോട്ടടിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, യുദ്ധം പുനരാരംഭിക്കാൻ കഴിയാത്ത പ്രതിസന്ധി സൈനികമായും രാഷ്ട്രീയമായും ഈ രണ്ട് രാജ്യങ്ങൾക്ക് മേലുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ MCA ഇസ്രായേലിനെ സംബന്ധിച്ച് കേവലമായ സുരക്ഷാ ഭീഷണി പ്രശ്നത്തിനപ്പുറത്തേക്ക് ഗ്രേറ്റർ ഇസ്രായേൽ പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഓരോ യുദ്ധവും ഡിസൈൻ ചെയ്യുന്നത് എന്ന വസ്തുതയും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. എന്ന് മാത്രമല്ല, ഇറാനെ സമ്പൂർണ്ണമായും ഇപ്പോഴും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ പ്രത്യാക്രമണ ശേഷി, ആക്രമണശേഷി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൻ്റെ ലക്ഷ്യം അവർ നേടിയിട്ടില്ല. അപ്പോൾ ലക്ഷ്യം നേടേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ സൈനിക പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ യുദ്ധത്തിലേക്ക് അമേരിക്കയെ വലിച്ചുകൊണ്ടുവരാൻ ഇസ്രായേൽ ഒരുമ്പടില്ലേ? ഒരു പക്ഷേ ഏകപക്ഷീയമായ ഒരു സീസ് ഫയർ വയലേഷൻ പോലും നാം പ്രതീക്ഷിക്കണോ ഇസ്രായേലിൽ നിന്ന്? നിഷാദ്, നേരത്തെ മുതൽ തന്നെ നമുക്കറിയാൻ സാധിക്കും, ഒബാമയുടെ കാലത്ത് തുടർന്ന് വന്ന ഭരണകൂടങ്ങളുടെ ഒക്കെ കാലത്ത് ഏറ്റവും കൂടുതൽ നെതന്യാഹു ശ്രമിച്ചുകൊണ്ടിരുന്നത് ഈ ഇറാനെതിരായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് അമേരിക്കയുടെ ഒരു പങ്കാളിത്തം വരുത്താനായിരുന്നു. പക്ഷെ പല ഘട്ടങ്ങളിലും അന്നത്തെ പ്രസിഡന്റുമാരൊക്കെയും അത്തരമൊരു തീരുമാനത്തിന് എതിരായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചു. അത് സാധ്യമല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഇത്തരമൊരു യുദ്ധം തുടങ്ങിയാൽ ഇറാനെ പോലുള്ള ഒരു രാജ്യത്തിനെതിരെ, കാരണം നമുക്കറിയാൻ സാധിക്കും 80 മുതൽ 88 വരെ ഇറാഖിന് എല്ലാവിധ സൈനിക സംവിധാനങ്ങളും ഒരുക്കി കൊടുത്ത് സദ്ദാം ഹുസൈനെ കൊണ്ട് ഇറാനെതിരെ യുദ്ധം ചെയ്യിച്ച രാജ്യമാണ് അമേരിക്ക. അമേരിക്ക മാത്രമല്ല, അന്ന് എല്ലാ വൻശക്തി രാജ്യങ്ങളും അന്ന് സദ്ദാമിന്റെ കൂടെയായിരുന്നു. ആ നീണ്ട 8 കൊല്ലത്തെ യുദ്ധാനുഭവം കൂടി മുൻനിർത്തിക്കൊണ്ടായിരിക്കണം, കാരണം ഒരു ദീർഘകാല യുദ്ധത്തിലേക്ക് പോകാനുള്ള എല്ലാ സൈനികമായിട്ടുള്ള സംവിധാനങ്ങളും ഇറാൻ ഉണ്ട് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു അത്തരം ഒരു നീക്കത്തിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റുമാരൊക്കെ വിട്ടുനിന്നത്. പക്ഷേ ഇത്തവണ ട്രംപിനോട് ഒരുപക്ഷെ ട്രംപ് പോലും മനസ്സിലാക്കിയിടത്തോളം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് യുദ്ധം നമുക്ക് വിജയിച്ചെടുക്കാൻ പറ്റും, വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരിക്കാം ഈ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഒരു 38-39 ദിവസം കൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ലോകം തന്നെ മനസ്സിലാക്കുകയാണ്. കാരണം വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് ലോകത്തിന്റെ സമ്പദ്ഘടനയെ, ലോകത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു സാമ്പത്തിക ചിത്രത്തെ തകിടം മറിക്കാൻ ഈ മേഖലയുടെ സുരക്ഷയാണെങ്കിൽ ഇത്രയും സങ്കീർണമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ട് തള്ളിയിടാൻ ഈ ഒരു യുദ്ധത്തിന് സാധിച്ചത് കൊണ്ട് തന്നെ നെതന്യാഹുവിന് താല്പര്യമുണ്ട് ഇനിയും ഈ ഇറാനെതിരായിട്ടുള്ള യുദ്ധം, കാരണം അത് മാസങ്ങളെടുത്താലും അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം അല്ല താഴെത്തട്ടിലുള്ളത് എന്ന തിരിച്ചറിവ് ട്രംപിന്, അല്ലെങ്കിൽ ട്രംപ് ഭരണകൂടത്തിനുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഏകപക്ഷീയമായി പോലും ഈ വെടിനിർത്തൽ കരാർ ട്രംപ് ദീർഘിപ്പിക്കുന്നതും അത് പരമാവധി പാകിസ്ഥാന് മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാന്യമായിട്ട് ഒരു പിന്മാറ്റത്തിനുള്ള ഒരു ശ്രമം തന്നെയാണ് ട്രംപ് ഈ ഘട്ടത്തിലും തുടരുന്നത്. പക്ഷേ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട്, കാരണം മേഖലയിലെ രാജ്യങ്ങളും ഈ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ട്രംപ് ഭരണകൂടത്തിന് നൽകുന്നത്. കാരണം ഇപ്പോൾ ചൈനയും റഷ്യയുമായിട്ടൊക്കെ ഗൾഫ് രാജ്യങ്ങൾ വലിയ തോതിൽ ബന്ധം ശക്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറാനിപ്പോൾ ഇന്നും ഇറാൻ വിദേശകാര്യമന്ത്രി മുന്നോട്ട് വെക്കുന്നത് അമേരിക്കൻ സാന്നിധ്യമാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഈ മേഖലയിൽ കാരണം. അതുകൊണ്ട് അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒരു സുരക്ഷാ ഉടമ്പടിയിലേക്ക്, സുരക്ഷാ സംവിധാനത്തിലേക്ക് വരുന്ന കാര്യം ആലോചിക്കണമെന്നാണ് ഒമാൻ തലസ്ഥാനത്ത് ചലനങ്ങളും സമവാക്യമാറ്റങ്ങളും ഉണ്ടാക്കുകയാണ് യുദ്ധം എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഈ യുദ്ധം പുനരാരംഭിക്കാൻ കഴിയാത്ത പ്രതിസന്ധി അമേരിക്കയുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇസ്രായേൽ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്ന് നാം ശ്രദ്ധിക്കേണ്ടതാണ്.